നമസ്സർവേഭ്യഃ. ഇന്ന് നമുക്ക് ഗീതാധ്യാന ശ്ലോകത്തിലെ 8ാമത്തെ ശ്ലോകം നോക്കാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. വരികളുടെ അർത്ഥം നോക്കാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം. മൂകം എന്നാൽ സംസാരിക്കാൻ വയ്യാത്തവനെ കരോതി ചെയ്യുന്നു. വാചാലം സംസാരിക്കുന്നവനായി, അതായത് വാഗ്മിയായി. പങ്കും കാലിന് സ്വാധീനമില്ലാത്തവനെ ലംഘയതേ കടത്തുന്നു അല്ലെങ്കിൽ ചാടിക്കുന്നു. ഗിരിം പർവ്വതത്തെ. മൂകം കരോതി വാചാലം ഊമയായ വ്യക്തിയെ സംസാരിക്കാൻ പ്രാപ്തനാക്കുന്നു. ഇവിടെ ഊമ എന്നത് കേവലം ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിയാത്തവരെ അല്ല അർത്ഥമാക്കുന്നത്, മറിച്ച് അറിവില്ലാത്തവർ, അജ്ഞാനികൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ശരിയായ ജ്ഞാനം ലഭിക്കുമ്പോൾ ലൗകിക കാര്യങ്ങളിൽ മാത്രം മുഴുകിയിരുന്ന ഒരാൾക്ക് പോലും പരമമായ സത്യത്തെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കുന്നു. ഈശ്വര കൃപയുണ്ടെങ്കിൽ വാക്പാടവം ഇല്ലാത്തവരും വലിയ പണ്ഡിതന്മാരെ പോലെ സംസാരിക്കാൻ പ്രാപ്തരാകും. പങ്കും ലംഘയതേഗിരിം മുടന്തനെ പർവ്വതം കടക്കാൻ സഹായിക്കുന്നു. മുടന്തൻ എന്നത് ലക്ഷ്യത്തിലെത്താൻ പ്രാപ്തിയില്ലാത്തവനെ സൂചിപ്പിക്കുന്നു. പർവ്വതം എന്നത് ജീവിതത്തിലെ പ്രതിസന്ധികളെയും തടസ്സങ്ങളെയും സൂചിപ്പിക്കുന്നു. സ്വന്തം കഴിവുകൊണ്ട് മാത്രം മറികടക്കാൻ കഴിയാത്ത വലിയ പ്രതിബന്ധങ്ങളെപ്പോലും ഭഗവാന്റെ കാരുണ്യമുണ്ടായാൽ നിഷ്പ്രയാസം മറികടക്കാൻ സാധിക്കും എന്നാണ് ഇതിന്റെ സാരം. അടുത്ത വരി നോക്കാം. യത്കൃപാ തമഹം വന്ദേ പരമാനന്ദമാധവം. യത്കൃപ ആരുടെ കാരുണ്യമാണോ, തം അദ്ദേഹത്തെ, അഹം ഞാൻ, വന്ദേ വന്ദിക്കുന്നു, പരമാനന്ദ പരമമായ ആനന്ദം നൽകുന്ന, മാധവം മാധവനെ മഹാവിഷ്ണുവിനെ. യത്കൃപാ തമഹം വന്ദേ ആരുടെ കാരുണ്യമാണോ ഇതിന് നിധാനം അവനെ ഞാൻ വന്ദിക്കുന്നു. മനുഷ്യൻ തന്റെ വിജയങ്ങൾ സ്വന്തം കഴിവുകൊണ്ടാണെന്ന് അഹങ്കരിക്കാറുണ്ട്. എന്നാൽ ഈ വരി ഓർമ്മിപ്പിക്കുന്നത് അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാകുന്നത് നമ്മുടെ മിടുക്കുകൊണ്ടല്ല, മറിച്ച് ആ പരാശക്തിയുടെ കടാക്ഷം കൊണ്ടാണെന്നാണ്. പരമാനന്ദ മാധവം ഭഗവാൻ വിഷ്ണുവിനെയാണ് ഇവിടെ മാധവൻ എന്ന് അഭിസംബോധന ചെയ്യുന്നത്. ഭൗതിക സുഖങ്ങൾക്കപ്പുറമുള്ള പരമാനന്ദം നൽകാൻ കഴിയുന്നവനാണ് അദ്ദേഹം. ജീവിതത്തിൽ നിസ്സഹായത അനുഭവപ്പെടുമ്പോഴോ വലിയ വെല്ലുവിളികൾ നേരിടുമ്പോഴോ ഈ ശ്ലോകം ഒരു വലിയ ആത്മവിശ്വാസം നൽകുന്നു. എന്റെ പരിമിതികൾ എന്തു തന്നെയായാലും ഈശ്വര കൃപയുണ്ടെങ്കിൽ എനിക്ക് ഏതു പർവ്വതവും കീഴടക്കാം എന്ന പോസിറ്റീവ് ചിന്തയാണ് ഈ വരികൾ പകരുന്നത്. ശ്ലോകത്തിന്റെ മൊത്തത്തിലുള്ള അർത്ഥം നോക്കാം. യാതൊരുവന്റെ കാരുണ്യം കൊണ്ടാണോ സംസാരിക്കാൻ കഴിയാത്തവൻ വാഗ്മിയാകുന്നത്, നടക്കാൻ കഴിയാത്തവൻ പർവ്വതം പോലും കടക്കുന്നത്, ആ പരമാനന്ദ സ്വരൂപനായ മാധവനെ ഞാൻ വന്ദിക്കുന്നു. ശ്ലോകം ഒരിക്കൽ കൂടി കേൾക്കാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ധന്യവാദः.